ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തികച്ചും ആരോഗ്യപ്രദമായ ഒരു ഫ്രൂട്ട് ജ്യൂസ്. ഇനിയിപ്പം വേനൽക്കാലം വരികയാണ്. അപ്പോൾ വേനൽക്കാലം വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃത്രിമമായ സാധനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ്, ഒരു സിറപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ബീട്രൂട്ട് സിറപ്പാണ്. ഈ ബീട്രൂട്ട് സിറപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് 1/2 കിലോ ബീട്രൂട്ട്. 2 വലിയ ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളതിൻ്റെ തൊലി നീക്കം ചെയ്ത് നന്നായിട്ട് കഴുകി 2-3 വട്ടം കഴുകി എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് 1/2 കിലോ തൂക്കമാണ് ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 15 ചെറുനാരങ്ങ, നല്ല പഴുത്ത ചെറുനാരങ്ങ ഒരു 15 എണ്ണം. പിന്നെ സിട്രിക് ആസിഡ് വേണം, വാനില എസൻസ് വേണം, പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബീട്രൂട്ട് സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബീട്രൂട്ട് തിരഞ്ഞെടുക്കുന്നതിലാണ്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല കളർ ഉള്ള ബീട്രൂട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ ബീട്രൂട്ട് ഫ്രഷ് ആയിരിക്കണം. ചില ബീട്രൂട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിങ്ങനെ ഞെക്കുള്ളൂ, അത് പ്രസ് ചെയ്താൽ അത് ഫ്രഷ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പം നല്ല ഉറച്ച ദൃഢതയുള്ള നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങയായ ഒരു 15 ചെറുനാരങ്ങ വേണം. അപ്പം നമുക്ക് സിട്രിക് ആസിഡിൻ്റെ ഒക്കെ അളവ് വളരെ കുറയ്ക്കാനായിട്ട് പറ്റും. പേരിന് ഒരു 1/2 സ്പൂൺ സിട്രിക് ആസിഡാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യ പ്രോസസ്സിലേക്ക് നീങ്ങാം. നമുക്ക് ഈ ബീട്രൂട്ട് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ഈ 1/2 കിലോ ബീട്രൂട്ടാണ്. ആ ബീട്രൂട്ട് നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ഈ 1/2 കിലോ ബീട്രൂട്ടും നമ്മൾ മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ 1/2 കിലോ ബീട്രൂട്ട് പൂർണ്ണമായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 15 ചെറുനാരങ്ങ, ആ 15 ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ ഇത്രയും ജ്യൂസ് ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മളൊരു കുറച്ചുകൂടെ വലിയൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുക. കാരണം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാനുള്ളതാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ബീട്രൂട്ടിലേക്ക് നമുക്കൊരു 1.25 ലിറ്റർ വെള്ളം ചേർക്കണം. 1/2 കിലോ ബീട്രൂട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതിൽ നമ്മൾ 1.25 ലിറ്റർ വെള്ളം ചേർക്കുക. ഞാൻ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1.25 ലിറ്ററോളം വെള്ളം വരുന്നുണ്ട്. ഇത്രയും വെള്ളം ചേർക്കുക. അതായത് ഈ ബീട്രൂട്ട് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. 1.25 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് കറക്റ്റ് ആയിരുന്നാൽ നമുക്ക് പിന്നെ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ വേറെ വെള്ളം അതുപോലെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ 1/2 കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിൽ 1.25 ലിറ്റർ വെള്ളവും ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ നമ്മളൊന്ന് വേകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 20 മിനിറ്റോളം ഇത് നമുക്ക് വേകണം. അപ്പോഴേക്കും അതിൻ്റെ സത്ത് പൂർണ്ണമായിട്ടും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടെ ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ, ബീട്രൂട്ട് കഴിച്ചാൽ എന്തൊക്കെ പ്രയോജനമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ബീട്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, അയൺ, പൊട്ടാസ്യം ഇവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കുക, BP കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ, ഇന്ന് ഫാറ്റി ലിവർ സർവ്വസാധാരണമാണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വളരെ വ്യാപകമായി ഇക്കാലത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഈ ബീട്രൂട്ട്. അത്
എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസായിട്ടോ ഒക്കെ കഴിക്കുന്നത് ഫാറ്റി ലിവറിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ഇത് മെച്ചപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് ക്ലബിലും ഒക്കെ പോയി നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന യുവാക്കൾക്ക് അവരുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താനായിട്ടും പ്രതിരോധ ശക്തി കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ഉപയോഗം വളരെ സഹായകമാണ്. അതുപോലെ നമ്മുടെ തൊലിയുടെ സ്കിന്നിൻ്റെ നിറം മെച്ചപ്പെടുത്തുന്നു. സ്കിന്നിൻ്റെ നിറം മെച്ചപ്പെടുത്താനും സ്കിന്നിന് തിളക്കം കൂട്ടാനും ബീട്രൂട്ട് സഹായിക്കുന്നു. ഡോക്ടർമാരുടെ പഠനത്തിൽ പറയുന്നത് ഗർഭിണികൾക്ക് അതുപോലെ ഗർഭധാരണത്തിന് തയ്യാറാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. അപ്പം ഇത്രയൊക്കെ ഗുണഗണങ്ങളുള്ള ഒരു ബീട്രൂട്ടാണ് നമ്മൾ ഇന്നിവിടെ അതിൻ്റെ ഒരു സിറപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ നിന്നും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരുപാട് കെമിക്കലുകൾ അടങ്ങിയ സിറപ്പുകൾ, പ്രിസർവേറ്റീവുകൾ ധാരാളം ചേർന്ന സിറപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പൊടി രൂപത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മാസങ്ങളോളം വർഷങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൊടികൾ, സിറപ്പ് പൊടികൾ, അത് നമുക്ക് വളരെ ജോലി എളുപ്പമാണ്. വെള്ളത്തിലിട്ടൊന്ന് കലക്കി എടുത്താൽ സിറപ്പായി. പക്ഷേ അതിനകത്ത് ചേർന്നിരിക്കുന്ന കെമിക്കലുകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ ആരോഗ്യത്തെ അത് എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും നമ്മൾ അറിയുന്നില്ല. അതിന് പകരം നമ്മൾ നമ്മുടെ വീട്ടിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ താഴെ സമയം ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന പച്ചക്കറികളിൽ നിന്ന് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ശരീരത്തിന് പ്രയോജനമുള്ള സിറപ്പുകൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആ രീതിയിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. തുടർന്നും ഇതേ രീതിയിൽ പല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഉപയോഗിച്ച് സിറപ്പ് തയ്യാറാക്കുന്ന വിധം പിന്നീട് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് 1.25 ലിറ്റർ വെള്ളവും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിരുന്ന ബീട്രൂട്ട് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചു. ഇനി നമുക്ക് പതുക്കെ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ വെന്ത ബീട്രൂട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് അരിച്ച് ഇടുക. ഒരു തവി കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ പരമാവധി ജ്യൂസ് കിട്ടത്തക്ക രീതിയിൽ പ്രസ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വേവിച്ച് നമ്മളത് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഫുൾ ഫ്ലെയിമിൽ അത് വീണ്ടും തിളയ്ക്കാനായിട്ട് വെച്ചു. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 1 കിലോ പഞ്ചസാര അത് കുറേശ്ശെയായിട്ട് ചേർത്ത് 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബീട്രൂട്ട്, 1.25 ലിറ്റർ വെള്ളം, 1 കിലോ പഞ്ചസാര, ഇത്രയാണ് ഇതിൻ്റെ കൃത്യമായ അളവ്. ഈ അളവ് നിങ്ങൾ മറക്കാതെ സൂക്ഷിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കുക. പഞ്ചസാര പൂർണ്ണമായിട്ടും ലയിക്കുന്നതുവരെ നന്നായിട്ട് ഇളക്കുക. ഇതും ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഈ സിറപ്പ് നല്ല കട്ടിയാകുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം. ഒരു 15 മിനിറ്റും കൂടെ നമുക്ക് കാത്തിരിക്കാം. നന്നായിട്ട് തിളച്ച് സിറപ്പ് കുറുകി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് 20 മിനിറ്റ് വീണ്ടും നമ്മൾ ചൂടാക്കി. ഇപ്പം നന്നായിട്ട് കൊഴുത്തു വന്നിട്ടുണ്ട്. ജലാംശം കുറേ വലിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് നമ്മളൊരു 15 ചെറുനാരങ്ങ പിഴിഞ്ഞു വെച്ചിരുന്നു. ആ ചെറുനാരങ്ങയുടെ ജ്യൂസ്, ചെറുനാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ചേർക്കുകയാണ്. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയും
ഒരു 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചെറുനാരങ്ങ നീരിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 4-5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് മതി. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് സിറപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. ബീറ്റ്റൂട്ട് സിറപ്പിൻ്റെ ജോലി ഏകദേശം പൂർത്തിയായി. ഇനി നമുക്ക് 2 കാര്യങ്ങൾ കൂടിയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ സിട്രിക് ആസിഡ് ഇതിലേക്ക് ചേർക്കുക. സിട്രിക് ആസിഡ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ 15 ചെറുനാരങ്ങ ചേർത്തിട്ടുണ്ട്. എങ്കിൽ കൂടി നിങ്ങളുടെ വീട്ടിൽ ഇത് സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഇതൊരു 1/2 ടീസ്പൂൺ സിട്രിക് ആസിഡ് കൂടി ചേർക്കുക. പിന്നീട് നമ്മൾ ഇവിടെ ടോണോബിൻ എന്ന് പറയുന്ന എസൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും ചേർക്കേണ്ടത്. ഇവിടെ ടോണോബിൻ എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തു. അപ്പോൾ നമ്മളുടെ ജോലികൾ ഇതിനകത്ത് ചേർക്കേണ്ട കണ്ടൻസ് എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് സിറപ്പ് ഉപയോഗിക്കാനായിട്ട് തയ്യാറായി, നന്നായിട്ട് തണുത്തു. നമുക്കിതിൻ്റെ ഉപയോഗിക്കുക എന്ന് പറയുന്നത്, നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 1/4 ഭാഗം ജ്യൂസ് ഒഴിച്ചിട്ട് ബാക്കി തണുത്ത വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ 1 കിലോ പഞ്ചസാര ചേർത്തത് കൊണ്ട് ഇനി മധുരം ഇടേണ്ട ആവശ്യമില്ല. നമ്മളിനി തണുത്ത വെള്ളം ഒഴിക്കുക. അപ്പം നിങ്ങളിതിൻ്റെ പാചകം കണ്ടു. യാതൊരു തരത്തിലുള്ള കെമിക്കൽ ആകെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത് സിട്രിക് ആസിഡ് ചേർത്തു എന്നുള്ളതല്ലാതെ നമ്മൾ മറ്റ് കെമിക്കലുകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് സിറപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഈ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് പറയുക. വീണ്ടും അടുത്ത ബുധനാഴ്ച പുതിയ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഗുഡ് ബൈ.